രാവിലെ തന്നെ OPD റൗണ്ട്സ് ഒക്കെ ജോറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ മരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ബാക്കി എല്ലാവരും നോക്കുന്നത് എന്റെ തലയിലേക്കാണ് എന്നുള്ളത്. സംഭവം കഷണ്ടി അവിടെ മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടതായിരുന്നു. പക്ഷേങ്കിൽ ഇനിയും ഇഗ്നോർ ചെയ്ത് വിട്ടാൽ നമ്മളും ഇതുപോലെ ആവുന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വേണ്ടിയത് പാത്തോളജി ലാബ് കയറുന്നത്. മുടി കൊഴിച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ എന്റെ മക്കളെ ഞങ്ങൾ ആദ്യം നോക്കേണ്ട എല്ലാ ബ്ലഡ് ടെസ്റ്റും ആണ് കേട്ടോ. അല്ലാണ്ട് ആദിവാസി ഓയിൽ ഉപയോഗിച്ച് തലേ തേക്കല്ല. ഏതൊക്കെ ടെസ്റ്റ് ആണ് നോക്കേണ്ടതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. അടുത്തതാണ് നമ്മൾ ബോയ്സിന്റെ ഓരോ പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയും കൂടെ മാറി അവിടെ തൊലിഞ്ഞ ഒരു മോതം വെച്ചോടാ. നിന്റെ മോത്ത് ആരും നോക്കൂടാ. ടെമ്പിളാരെങ്ങനെ നോക്കാ? നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോ? ഇതുപോലുള്ള സ്ട്രെസ് ഒന്നും എടുക്കാൻ വയ്യാത്തോണ്ടാണ് ഗൈസ് നമ്മൾ പെണ്ണും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നാടും വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ എന്റെ മുടി പോയെന്ന്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? എന്തായാലും ഗീവ് അപ്പ് ചെയ്യാൻ റെഡി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവാണ് ഗൈസ്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി വേണ്ടത് എയറിന്റെ ഗ്രോത്ത് കൂട്ടുകയാണ്. അതിന് പിള്ളേയിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്മ തെറാപ്പി. അപ്പൊ കുറെ ആൾക്കാർക്ക് പ്ലാസ്മ തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ പേടി ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ കാണുന്ന ലിഡോക്കേനെ വെച്ചിട്ട് LA കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ഈ ഗ്രോത്ത് ഫാക്ടറിൽ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്യൂട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രോത്ത് ഫാക്ടർ ഒക്കെ പ്ലാസ്മയിൽ മിക്സ് ആയിട്ട് മുകളിൽ വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഹെയറിലേക്ക് കുത്തി വെക്കും. അപ്പൊ ഇതുകൊണ്ട് മുടി വരുമോ? ഇനി എന്തൊക്കെ സപ്ലിമെന്റും കെയറും എടുക്കണം എന്നുള്ളതൊക്കെ വേറെ വ്ളോഗ് കാണിച്ചു തരാം. See you.